കിഴക്ക് പശ്ചിമഘട്ട മലനിരകൾ, പടിഞ്ഞാറ് അറബിക്കടൽ, ഇവക്ക് സമാന്തരമായി കടന്നു പോകുന്ന ട്രെയിൻ യാത്രക്കിടെ മനോഹരമായ മലനിരകളും പുഴകളും. ഇന്ത്യയിലെ തന്നെ ദൃശ്യമനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന ചുരുക്കം ചില റെയിൽ പാതകളിൽ ഒന്ന്. ഇതാണ് കൊങ്കൺ മലനിരകളിലൂടെ കടന്നു പോകുന്ന റെയിൽപാത, കൊങ്കൺ റെയിൽവേ. ഇന്ത്യയിലെ മഹാരാഷ്ട്ര, ഗോവ, കർണാടക സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന റെയിൽപാത. 741 കിലോമീറ്റർ ദൂരം. അറബിക്കടലിന് സമാന്തരമായ റെയിൽപാത. 146 നദികളും അരുവികളും 1858 പാലങ്ങളും 91 തുരങ്കങ്ങളും കടന്നുള്ള കൊങ്കൺ റെയിൽവേ വേറിട്ട അനുഭവമാണ്. 2.6 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന ശരാവതി നദിയിലാണ് ഏറ്റവും നീളമേറിയ പാലമുള്ളത്. മഹാരാഷ്ട്രയിലെ റോഹയെയും കർണാടകത്തിലെ മംഗലാപുരത്തെയും ഈ റെയിൽപാത ബന്ധിപ്പിക്കുന്നു. അതുവഴി കേരളം, മംഗലാപുരം, ഗോവ എന്നിവിടങ്ങളിൽ നിന്ന് മുംബൈയിലേക്കുള്ള യാത്രാദൂരം ഗണ്യമായി കുറഞ്ഞു. 1990 സ്ഥാപിതമായ കൊങ്കൺ റെയിൽവേയിലൂടെ 1997 മുതൽ ചരക്കുവണ്ടികളും ഓടിത്തുടങ്ങി. പ്രവചനാതീതമായ കാലാവസ്ഥയും മഞ്ഞും മഴയും കടൽ തീരങ്ങളും നദികളും മലകളും വെള്ളച്ചാട്ടങ്ങളും വനങ്ങളും ഗ്രാമപ്രദേശങ്ങളും എല്ലാം നമുക്ക് ഈ യാത്രയിൽ കാണാം. മല ഇടിച്ചും തുരന്നും ചെത്തിയും ഉണ്ടാക്കിയ പാത, വെസ്റ്റേൺ ഘാട്ടിൻ്റെ മനോഹാരിത. ജൂലൈ അവസാനം മുതൽ ഡിസംബർ വരെയുള്ള സമയമാണ് കൊങ്കൺ റെയിൽ യാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. വർഷത്തിൽ 2300 മുതൽ 4100 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന കേരളത്തിനോട് സമാനമായ ഭൂപ്രകൃതിയാണ് കൊങ്കൺ പ്രദേശത്തിനുള്ളത്. മഴക്കാലം ആയതുകൊണ്ടാവാം മഹാരാഷ്ട്ര ഭൂപ്രകൃതി കാണാൻ പ്രത്യേക ഭംഗി. ഇടുക്കിയും ഗവിയും വാഗമണ്ണും ഒരുമിച്ച് വന്നതുപോലെ. മഹാഗണി, മാഞ്ചിയം, തേക്ക് തുടങ്ങി ധാരാളം വൃക്ഷങ്ങൾ കാണാം. വയലുകളും കരിമ്പ് കൃഷിയും കാണാം. കേരളത്തിൽ നിന്നും പുറപ്പെടുന്ന മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ഏകദേശം 1028 കിലോമീറ്ററോളം കൊങ്കൺ റെയിൽ പാതയിലൂടെ കടന്നുപോകുന്നു. കങ്കാവലി മുതൽ രത്നഗിരി സ്റ്റേഷൻ വരെ ഇത് തുടരുന്നു. തിരൂരിൽ നിന്നും ആഗ്രയിലേക്ക് പുറപ്പെട്ട യാത്ര പിറ്റേ ദിവസം ഉറക്കമുണർന്നപ്പോൾ സമ്മാനിച്ചത് കൊങ്കൺ റെയിൽവേയുടെ മനോഹരമായ കാഴ്ചകളായിരുന്നു. ഇരുവശവും തിങ്ങി നിറഞ്ഞ പച്ചപ്പും മലനിരകളും പുഴകളും അതങ്ങനെ കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്നു. ഇടയിൽ ഭയപ്പെടുത്തിക്കൊണ്ട് ഇരുട്ടുമൂടി കടന്നുപോകുന്ന തുരങ്കങ്ങളും. കേരളത്തിൽ നിന്നും കാസർഗോഡ് കഴിഞ്ഞാൽ പിന്നെ മംഗളൂർ മുതൽ കൊങ്കൺ റെയിൽ പാത തുടങ്ങുകയായി. കൊങ്കൺ പാതയുടെ 1/3 കർണാടകയിലൂടെയാണ് പോകുന്നത്. കർണാടകയിലെ ഇടതൂർന്ന വനങ്ങളും പുഴകളും പാലങ്ങളും കടന്നുവന്ന് മഹാരാഷ്ട്രയിലേക്ക് കടക്കുന്നതോടെ റെയിൽപാത പിന്നിടുന്നത് സമതല ഭൂപ്രകൃതിയിലേക്കാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നോക്കത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽവയലുകളാണ്. കേരളത്തിലെ പരമ്പരാഗത ശൈലിയായ ഓടും ഓലയും മേഞ്ഞ വീടുകൾ ഇവിടെ കാണാം. സവാളയും ഉള്ളിയും ഉരുളക്കിഴങ്ങും വിളയുന്ന കൃഷിയിടങ്ങൾ. ഒറ്റവരിപ്പാത ആയതുകൊണ്ട് ട്രെയിൻ ഇടയ്ക്ക് പിടിച്ചിടുന്നുണ്ടെങ്കിലും മുഷിപ്പില്ലാതെ പ്രകൃതി മനോഹാരിത ആസ്വദിക്കാം. 11 മണിയായപ്പോൾ രത്നഗിരി സ്റ്റേഷനെത്തി. സൊമാറ്റോ വഴി ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. കൃത്യസമയത്ത് തന്നെ ഭക്ഷണം ഡെലിവർ ചെയ്തു. ഇതോടെ കൊങ്കൺ പാത അവസാനിക്കുകയുണ്ടായി. കുടുംബത്തോടൊപ്പം ആഗ്ര ലക്ഷ്യമാക്കി പുറപ്പെട്ട മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസിൻ്റെ 2ാം ദിന യാത്രയിൽ കൊങ്കൺ റെയിൽവേ മറക്കാനാവാത്ത ഒരനുഭവമായി മാറി.